ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ഓരോന്നൊക്കെ വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായിട്ടാണ്. വാങ്ങലൊന്നും തീർന്നിട്ടില്ലെങ്കിലും പോകാൻ സമയമായി. അങ്ങനെ ദേ ഓരോന്നൊക്കെ കെട്ടിപ്പെറുക്കി ഇറങ്ങുകയാണേ. ഇപ്പോഴും മനസ്സങ്ങോട്ട് ശരിയായിട്ടില്ല. പലതും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് പോകുന്നതും അവിടെ ചെല്ലുന്നതും ജീവിക്കുന്നതും ഒക്കെ ഒന്ന് ഇപ്പോഴും മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും പോവാതെ നിവർത്തിയില്ലല്ലോ. അപ്പം ഞങ്ങൾ ഈ പെറുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് കിടക്കണുണ്ടോ, എന്തൊക്കെയോ മനസ്സിലായിട്ടാണ് തോന്നുന്നത്. എൻ്റെ ഹെൽമെറ്റ് കെട്ടിവെച്ചിരിക്കുന്ന കവറിൻ്റെ മുകളിൽ നല്ല സുഖമായിട്ട് ഉറങ്ങണ ഇരുന്നിട്ടാ. അപ്പം മൊബൈലും കൊണ്ട് പൊന്നു അടുത്ത് ചെന്നപ്പോഴാണ് കണ്ണ് തുറന്ന് നോക്കണം. പക്ഷേ അനങ്ങണില്ല, അവിടെ തന്നെ കിടക്കണേ കേട്ടാ. അപ്പോൾ ജൂഡ്സൺ പറഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാം, ഞങ്ങൾ കുറേ ദിവസമായി ആലോചിക്കുന്നത് ഇതിനെ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന്. അപ്പം കൊണ്ടുപോകാമെന്ന് കരുതി. പക്ഷേ ജൂഡ്സൺ ഒരു പൊട്ടത്തരം കാണിച്ചേ. ഇതിന് ചാക്കിലിങ്ങനെ ഇട്ടിട്ട് ബോക്സ് കിട്ടിയില്ല. അപ്പോൾ ചാക്കിലിട്ടിട്ട് അതിൻ്റെ വായ മൂടിക്കെട്ടിയത് ശരിയായില്ല. പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനും പൊന്നും കൂടി പോകുന്നു കഴിഞ്ഞിട്ടാണ് ജൂഡ്സൺ പോകുന്നത്. അപ്പോൾ ജൂഡ്സൺ പോരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ ജൂഡ്സൺ കയ്യിലിങ്ങനെ കവർ തൂക്കിയിട്ടപ്പോഴേക്കും ഭയങ്കര കരച്ചിലായിരുന്നത് കാരണം കൊണ്ടുവന്നില്ല, അവിടെ തന്നെ അഴിച്ചു വിട്ടു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നീട് നമ്മളിവിടെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ അതിന് ശരിയാവുന്നില്ലെങ്കിൽ കൊച്ചുകുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം നമ്മൾ ഇവിടെ സ്കൂളിൻ്റെ അടുത്തുള്ള വീട്ടിൽ വന്ന് കയറി. സന്ധ്യ ആയി തുടങ്ങി. അപ്പോൾ കയറി. അപ്പോൾ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുവാണ്. വച്ചത് ഞാനാണെങ്കിലും ഇവിടെ വന്ന് നോക്കിയപ്പം ഓരോന്നും ഏതിലായിരിക്കണേ എന്നുള്ളൊരു കൺഫ്യൂഷനായി. വേറൊന്നുമല്ല, നമ്മുടെ മനസ്സൊന്നും ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ജൂഡ്സൺ കർട്ടൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കർട്ടനൊക്കെ ഇട്ട് തന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പാത്രങ്ങളും ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് എടുത്ത് മാറ്റി വയ്ക്കുവാണേ. അപ്പോൾ എന്തോ മുറിക്കാനായിട്ട് കത്തി ചോദിച്ചപ്പോഴാണ് കത്തിയൊക്കെ പൂട്ടി വെച്ചിരിക്കുന്നത് തപ്പിപ്പെറുക്കി എടുത്തത് കേട്ടോ. അങ്ങനെ അത് കയ്യിൽ കിട്ടിയപ്പോഴേക്കും ചെറിയൊരു ഷോയൊക്കെ ഇറക്കി ഞാൻ എന്നെ തന്നെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. പൊന്നൂരിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനിങ്ങനെയൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അങ്ങോട്ടൊരു മനസ്സന്തോഷം കിട്ടിയിട്ടില്ല. ഇനി ഒരാഴ്ചയെങ്കിലും കഴിയുമായിരിക്കും ഇവിടെ ഒന്ന് റെഡിയായി വരാനായിട്ട്. കാരണം എൻ്റെ ചെടികളും എൻ്റെ തയ്യലും മെഷീനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെയും എല്ലാം കൂടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഓരോ ആവശ്യങ്ങൾക്കും ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വലിയ ലോങ് വീഡിയോ ആയിട്ട് കിടക്കുന്നത് നമ്മൾ ഷോർട്ടാക്കി എടുക്കണമെങ്കിൽ ഒത്തിരി സമാധാനത്തോടെ ഇരുന്ന് അത് കട്ട് ചെയ്ത് അതിന് വോയിസ് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡൻ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവണം എന്നില്ല. കാരണം ഞാൻ മുണ്ടമേലി പോകുമ്പോൾ ഗാർഡൻ വീഡിയോസ് എടുക്കുന്നതായിരിക്കും. അതുപോലെ ഞാൻ ഇവിടെ ആയിരിക്കുമ്പം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ അതൊക്കെ ആയിരിക്കും ചെറിയ ചെറിയ വ്ളോഗുകളായിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ ഒക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെയും ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ച് ചെടികളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ എല്ലാം ചെയ്യാം.